നമ്മൾ ഡെയിലി പ്രൊഡക്ടിവിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 മൈക്രോ ഹാബിറ്റ്സ് പറഞ്ഞു തരട്ടെ. വായോ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റാണ് പ്ലാൻ ടുമോറോ ടു നൈറ്റ്. അതായത് നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ നാളെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഒന്നൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. കാരണം നമ്മളത് പിറ്റേ ദിവസം കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ അതിങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റാണ് മേക്ക് യുവർ ബെഡ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് കഴിയുമ്പം നമ്മുടെ ബെഡൊക്കെ ഭയങ്കര മെസ്സായിട്ടല്ലേ ഉണ്ടാവുക. അതൊന്ന് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെയും അന്നത്തെ പ്രൊഡക്ടിവിറ്റീനെയും ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യമാണ് അവോയ്ഡ് ഫോൺ ഫോർ ഫസ്റ്റ് 30 മിനിറ്റ് എന്നുള്ളത്. നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേയിൽ എന്താ ചെയ്യുക, മിക്ക ആൾക്കാരും ചെയ്യുക ഫോൺ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കിയിട്ട് ഫസ്റ്റത്തെ 30 മിനിറ്റ്സ് നമ്മൾ ഫോൺ ഒഴിവാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, പ്രാർത്ഥിക്കുക, ബെഡ് മേക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസും ഇമ്പ്രൂവ് ആവും, ഡിസ്ട്രാക്ഷൻസ് കുറയുന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ കാര്യമാണ് യൂസ് ദ 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ടാസ്ക് ചെയ്യാൻ 2 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ കുറവ് സമയം മതി എന്നാണെങ്കിൽ ആ കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. മനസ്സിലായോ? അതിന് പിന്നെ ഒരു ഡിലേ വെക്കാണ്ട് ആ 2 മിനിറ്റ് മാത്രം ആവശ്യമുള്ള ഒരു കാര്യം അപ്പം തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഈ 2 മിനിറ്റ് റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് ടേക്ക് 3 ഡീപ്പ് ബ്രെത്ത്സ് ബിഫോർ സ്റ്റാർട്ടിങ് എ വർക്ക് എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ട് അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഒന്ന് കാമാവും, നമ്മുടെ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുള്ളത്. ഇനി ആറാമത്തെ കാര്യം എക്സ്പോസ് യുവർ സെൽഫ് ടു നാച്ചുറൽ ലൈറ്റ് ഇൻ ദ മോർണിംഗ്. അതായത് നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേച്ചറിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക. എന്നിട്ട് അപ്പം കിട്ടുന്ന ഒരു ചെറിയ ചൂടും വെളിച്ചമൊക്കെ നമ്മളെ ബോഡിക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് വേക്കപ്പ് ആവും. പിന്നെ നമ്മുടെ അലേർട്ട്നെസ് കൂടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഏഴാമത്തെ കാര്യം റൈറ്റ് ഡൗൺ 1 ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. നമ്മൾ നന്ദി പറയുക എന്നുള്ളൊരു ശീലം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ നന്ദി പറയും തോറും നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുമെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നന്ദി പറയുന്നതിലൂടെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു വലിയൊരു വില്ലൻ ഉണ്ടല്ലോ, അത് ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എട്ടാമത്തെ കാര്യം പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു മിനിമം ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 2 to 3 ലിറ്റർ ഡെയിലി കുടിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുള്ളാണ്. 9ാമത്തെ കാര്യമാണ് സെറ്റ് എ 25 മിനിറ്റ് ഫോക്കസ് ടൈമർ. ഇതെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പൊമഡോറോ ടെക്നിക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ 25 മിനിറ്റ് എടുത്തിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ ടാസ്ക് ചെയ്യുക. പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഈ ടെക്നിക്ക്. ഈ ടെക്നിക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി 10ാമത്തെയും അവസാനത്തെയും പോയിൻ്റാണ് ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളെ സ്ക്രീനൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അതായത് ഫോൺ ഓഫ് ചെയ്യുക, ലാപ്ടോപ്പ് ഓഫ് ചെയ്യുക, അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ഡിജിറ്റലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. ഇത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ട എനർജീനെ സ്റ്റോർ ചെയ്യാൻ കൂടി ചെയ്യും. നമുക്ക് നാളത്തെ മോർണിംഗ് നല്ല എനർജറ്റിക് ആയിട്ട് എണീക്കാനും ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 10 മൈക്രോ ഹാബിറ്റ്സ് ദാറ്റ് ബൂസ്റ്റ് യുവർ ഡെയിലി പ്രൊഡക്ടിവിറ്റി. ഈ വീഡിയോയും ഇതിൽ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റും നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നുണ്ടെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം.